കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്ലാം വിമർശകനായിട്ടുള്ള എ ജബ്ബാർ ഒരു പരിപാടിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച ഒരു ഭാഗം ഒരാൾ അയച്ചു തന്നു. അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെ സ്വന്തം അണികൾക്കിടയിൽ ഇമാതിരി വീരവാദം പറയാം, എന്നാൽ അതാകട്ടെ അതിൻ്റെ യാഥാർത്ഥ്യമാകട്ടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും. അതിൻ്റെ ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ, എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ ഡയലോഗിന് വിളിച്ചാൽ, നേരിട്ട് ഡയലോഗിന് വിളിച്ചാൽ ഇവർ നല്ല പെരിച്ചാഴി മാളത്തിലേക്ക് പോകുന്നത് പോലെ മാളത്തിലേക്ക് ഒളിക്കും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ കയറി നിന്നിട്ട് ഭയങ്കര ഡയലോഗും ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡയലോഗ്, അതായത് നേർക്ക് നേരുള്ള സംവാദങ്ങൾ, ആ സംവാദങ്ങൾക്ക് വിളിച്ചാൽ ഇവർ മാളത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതായത് മുസ്ലിങ്ങളെക്കുറിച്ച്, മുസ്ലിം ഭാഗത്തു നിന്ന് പ്രതികരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. സംവാദങ്ങൾക്ക് വിളിച്ചാൽ ഇവർ മാളത്തിലേക്ക് വിളിക്കും, എന്നിട്ട് വലിയ വീരവാദം വേറെ സ്ഥലത്ത് പോയിട്ട് പറയും എന്നുള്ളതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയത് എ ജബ്ബാറിനല്ലേ. കാരണം എന്താ വെച്ചാൽ ഇത് ആരായി പറയുന്നത്? എ ജബ്ബാർ എന്ന് പറയുന്നത്, എ ജബ്ബാറിനെ നമ്മൾ നേർക്കുനേർ ഒരു വിഷയം വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എടുത്തിട്ടൊരു വിഷയം, അദ്ദേഹം തന്നെ ക്ലബ് ഹൗസിലുള്ള കുറച്ച് ചർച്ചകളുടെ തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ എടുത്തിട്ടൊരു വിഷയത്തിൽ, എന്നാൽ ശരി നിങ്ങൾ പറയുന്നത് മഹാ അബദ്ധങ്ങളാണ്, നിങ്ങൾക്കൊരു ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംവാദത്തിന് വിളിച്ചിട്ട് നേർക്കുനേർ ഇരുന്ന് നമുക്കിതൊന്ന് ചർച്ച ചെയ്യാം, സംവദിക്കാം, അത് വേണമെങ്കിൽ പൊതുവേദിയിലെങ്കിൽ പൊതുവേദിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഹാളിലെങ്കിൽ ഹാളിൽ, ആ രൂപത്തിൽ നമുക്കിതൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിളിച്ചിട്ട് എത്ര വർഷമായി എന്നറിയോ? അത്രയും വർഷങ്ങളായി ഒരു സംവാദത്തിന് വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളാണ് പറയുന്നത് മുസ്ലിങ്ങൾ അവർ ഡയലോഗുകൾക്ക് വിളിച്ചാൽ മാളത്തിലേക്ക് വിളിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ ഭാഗം ഇത് കുറച്ച് തപ്പിയിട്ടാണ് കിട്ടിയത്. മിനിമം ഒരു 4 വർഷം പഴക്കമുണ്ടാവും ഈ വീഡിയോക്ക്. അത് എൻ്റെ ആ വീഡിയോയിലുള്ള എൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പഴക്കമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും പഴക്കമുള്ള എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ വിളിച്ചിട്ടുള്ള ആ വെല്ലുവിളി ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്, പക്ഷേ മാളത്തിലേക്ക് വിളിക്കാറാണ് പതിവ്. പക്ഷേ ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇനിയുള്ളത് ഈ രണ്ടാമത്തെ ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്, അതായത് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു കച്ചിത്തുരുമ്പ്. അപ്പൊ അതുകൂടി അതിന്റെ കാര്യത്തിൽ കൂടി ഒന്ന് തീരുമാനമാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിനാണ് മാഷ ഞാൻ രണ്ടാമത്തെ ഒരു സംവാദത്തിന് കൂടി ഒന്ന് ക്ഷണിക്കുന്നത്. നിർബന്ധിക്കൊന്നല്ല, മറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇട്ട ഒരു ടൈറ്റിലുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറുപടി പറഞ്ഞ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നൂലില്ലാത്ത പട്ടമോ എന്നാൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച വിഷയത്തിൽ നമുക്കൊന്ന് സംവദിക്കാൻ മാഷൊന്ന് തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് ക്ലബ് ഹൗസിൽ എ ജബ്ബാർ ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരികയും പിന്നെ വട്ടത്തിലുള്ള ത്രികോണമൊക്കെ വരച്ചിട്ട് പോയ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ സംഭവം അത് വലിയ രൂപത്തിൽ പിന്നെ ചർച്ചയായി. ആ സംവാദത്തിൽ ആകെ ഒരു നിലക്കും പിന്നെ തങ്ങളുടെ ആശയം പറയാൻ സാധിക്കാതെ, ഞാൻ നിരീശ്വരവാദിയല്ല ബാസിലെ, നിരല്ലാഹുവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടല്ലോ. ഷാഹുലിൻ്റെ കയ്യിൽ നിന്നൊക്കെ അത്യാവശ്യമൊക്കെ വാങ്ങിപ്പോയ ഒരു സംഭവം. അങ്ങനെ ഒരു സംവാദം നടന്നതിന് ശേഷമാണ് പിന്നെ പുതിയൊരു വിഷയമായി എ ജബ്ബാർ മുന്നിൽ വരുന്നത്. സ്വതന്ത്ര ചിന്ത നൂലില്ലാത്ത പട്ടൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയം വരുന്നത് അവിടെയാണ്. എന്നാൽ ശരി, ഒന്നാമത്തതിൽ നിങ്ങളുടെ അവസ്ഥ അങ്ങനെയായി എങ്കിൽ രണ്ടാമത്തെ ഈ വിഷയത്തിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് വിളിച്ചത് മിനിമം 4 വർഷം മുമ്പാണ്. അതിന് കൃത്യ ഡേറ്റ് കിട്ടിയിട്ടില്ല. 4-5 വർഷമായി. 4-5 വർഷമായിട്ട് നിലനിൽക്കുന്ന വെല്ലുവിളി ഇപ്പോഴും ഏറ്റെടുക്കാതെയാണ്, നമ്മൾ ഈ സാധാരണ പറയാത്ത ഒരു വാക്കാണെന്നുണ്ടെങ്കിലും ഉളുപ്പുമില്ലാതെ വീണ്ടും പറയുന്നത് ഇവരാണ് സംവാദം ഏറ്റെടുക്കാതെ പോകുന്നത് എന്നുള്ളത് മാത്രമല്ല. എന്നിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് വരണം എന്നുള്ളത് കൂടി അവിടെ പറയുന്നുണ്ട്. നാട്ടിലുള്ള എക്സ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും യുക്തിവാദികൾ എല്ലാവരും കൂടി അവർ വേറൊരു റൂമൊക്കെ തുടങ്ങി മാഷിനെ ഭയങ്കര ഉപദേശം. മാഷ് അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു, അവരുടെ മുമ്പിൽ പോയി ചെന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു, മാഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഉപദേശമായിരുന്നു. അങ്ങനെ അവസാനം എ ജബ്ബാർ തന്നെ പറഞ്ഞു, ഞാൻ ഇനി അവരുടെ മുമ്പിൽ പോയി പെടുന്നതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം എന്നൊക്കെ എ ജബ്ബാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഇനി തുടർന്ന് അവരുടെയൊക്കെ ചർച്ചകളിൽ പോണ്ടേ എന്നുള്ള കാര്യം ഞാനും ഒന്ന് പുനർവിചിന്തനം നടത്താം. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ അടുത്ത് ചർച്ചയൊക്കെ വന്നിട്ട് ആ ചർച്ചയിൽ ഒരവസ്ഥയിലെത്തി. എന്നിട്ട് അവിടെ ക്ലബ് ഹൗസിൽ വേറൊരു റൂം ഇട്ടിട്ട് മാഷിനെ ഉപദേശിക്കുകയാണ്, ഇനി അങ്ങോട്ട് പോകരുത്, ആ ഭാഗത്തേക്ക് നീ പോകാൻ പാടില്ല, പോയതൊക്കെ കിട്ടിയത് മതിയല്ലോ, വയറ് നിറഞ്ഞല്ലോ, ഇനി പോകരുതെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, ഇനി ഞാൻ അങ്ങനെ അത് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇനി ഞാൻ പോയിട്ട് തല്ലുകൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് പോയ ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ
തന്ന തല്ല് മതിയായിട്ടില്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി തരാണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചത്. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ തുടർച്ച കേൾക്കാം. നമുക്ക് ഇതുപോലുള്ള ചർച്ചകൾ എല്ലാ ദിവസവും ഓരോ വിഷയം വെച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇത് തുടർന്നു പോകാം എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടില്ലേ, അവിടെ പോയിട്ട് ഞങ്ങൾ എന്തായാലും എന്ത് ചെയ്യില്ല, ചർച്ചക്കൊന്നുമില്ല, സംവാദത്തിനൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ റൂമിലിട്ടിട്ട് നമുക്ക് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം. ഇപ്പം ചെയ്യുന്ന മാളത്തിലിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗമാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഓരോരുത്തരും അവരുടെ റൂമിലെടുക്കുക അല്ലെങ്കിൽ അവരുടെ റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുക എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇയാളെന്താ പറയുന്നത്, ഇനി അവരുടെ റൂമിലേക്കില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൂമിലിരുന്നിട്ട് നമുക്കിങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് കളിക്കാമെന്നാണ്. ഇനി മാഷ് നേരിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് അറിയാം. എങ്കിലും ഒരൊറ്റ ചാൻസ് കൂടി, ഒരൊറ്റ തവണ കൂടി ഞങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിഷയം, താങ്കൾ തന്നെ മുന്നോട്ട് വെച്ച ഈ സ്വതന്ത്ര ചിന്ത നൂലില്ലാത്ത പട്ടമോ എന്ന വിഷയത്തിൽ കൂടി താങ്കളൊന്ന് സംവാദത്തിന് വരണം എന്ന് ഒന്നുകൂടി ഒന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ, മാഷിനെ പല ആൾക്കാരും ആ മാഷിനെ തടയുമെന്നൊക്കെ അറിയാം. പോകരുത്, അത് കുടുക്കാണ്, അവരുടെ മുമ്പിൽ പോയി പടരുത് എന്നൊക്കെ പറയുമെന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് മാഷിനോട് പറയുന്നത്, മാഷിന് കഴിയും, മാഷ് അങ്ങനെ അത്ര മോശമൊന്നുമല്ല. അപ്പോൾ മാഷിന് കഴിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാഷിന് അങ്ങനെ സംവാദം തീരെ പറ്റാത്ത ആളൊന്നല്ല. അപ്പോൾ ഏതായാലും നമുക്ക് അതുകൂടി ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനം. എന്തായാലും നിരീശ്വരവാദത്തിന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി സ്വതന്ത്ര ചിന്ത എന്നുള്ള ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ് അതിന്റെ അടിസ്ഥാനം, അതിന്റെ ധാർമ്മികത ഒന്നും വേണ്ട. മാഷ് തന്നെ മുന്നോട്ട് വെച്ച സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നൂലില്ലാത്തൊരു പട്ടമാണോ എന്ന വിഷയം മാത്രം നമുക്കെടുത്തുനിന്ന് ഇതേപോലെ ഒന്ന് ചർച്ച ചെയ്താൽ, അതുകൂടി ഒരു തീരുമാനമായാൽ ഏകദേശം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുകൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാഷ് പിന്മാറരുത്. ആരെങ്കിലും പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിനെ പല ആൾക്കാരും തടയും എന്നറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മാഷിന് കഴിയും, മാഷിന് അതിനുള്ള കഴിവുണ്ട്, സംവദിക്കാനുള്ള കഴിവുണ്ട്, മാഷ് വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കുറെ കാലം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മറുപടികളൊന്നുമില്ല, മറുശബ്ദങ്ങളൊന്നും ഇല്ലാതെ കുറെ പറഞ്ഞതല്ലേ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സംവാദങ്ങളൊക്കെ ആവാം എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഏതായാലും മാഷ് ആ വിഷയത്തിൽ കൂടി ഒന്നൊന്ന് തയ്യാറാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലേ, ഇത്ര മോട്ടിവേഷൻ വേറെ ആരെങ്കിലും കൊടുക്കുക? മാഷ്ക്ക് പറ്റും, മാഷ് അത്ര മോശമല്ല, അത്ര അടിപൊളിയാണ് മാഷ്, എന്തായാലും സംവാദത്തിന് വരണം എന്ന് പറഞ്ഞ് ഇത്രയും മോട്ടിവേഷൻ കൊടുത്തിട്ടും മൂപ്പര് വന്നിട്ടില്ല. അപ്പോൾ ഇമാതിരി മോട്ടിവേഷൻ കൊടുത്തിട്ട് സംവാദത്തിന് വിളിച്ചിട്ട് പോലും വരാത്ത ആളാണ് എന്തു പറയുന്നത്, ഞങ്ങൾ സംവാദത്തിന് വിളിച്ചാൽ അവർ പോയി മാളത്തിൽ വിളിക്കുന്നു. എന്തിനാണ് ആളുകൾ, സ്വന്തം മുന്നിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ചോദിക്കാനുള്ളത്. ഇനി അപ്പോൾ ഇത് പറയുമ്പോൾ വേറെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ജബ്ബാറിനെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല, ജബ്ബാർ അങ്ങനെ വരുമെന്നില്ല. വരൂലേ പിന്നെ ഇമാതിരി ഡയലോഗ് അടിക്കരുത്. ആയിക്കോട്ടെ, ഒരാളെന്തായാലും നിർബന്ധമായി ഞങ്ങൾ സംവാദത്തിന് വിളിച്ചാൽ നിർബന്ധമായും വന്നിരിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇനി പിന്നെ അതിനുശേഷം ഞങ്ങളിതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കാറുമില്ല. ഇത് വിളിച്ചിട്ട് 4-5 വർഷമായി നമ്മളിങ്ങനെ എല്ലാ സമയത്തും ഇതിങ്ങനെ ആവർത്തിക്കാറൊന്നുമില്ല. അതെന്താ വെച്ചാൽ അത് സംവാദത്തിന് വിളിക്കുക എന്നുള്ളത് നമ്മൾ ഒരു സന്നദ്ധത അറിയിക്കലാണ്. അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി. അതല്ലാതെ ഇതിങ്ങനെ നിരന്തരം എല്ലാ തവണയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മാന്യമായൊരു സമീപനമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിങ്ങനെ ആവർത്തിക്കാത്തത്. ഈ മറ്റേ ടീമൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സംവാദമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആ വിഷയത്തിൽ 2, 3, 4 ആഴ്ചകൾ ഇങ്ങനെ ലൈവ് ചെയ്യുക, അതൊന്നും ഒരു ശരിയായ രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്നദ്ധതകൾ ഉണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യട്ടെ, സംവാദം നടക്കട്ടെ, അതാണ് ഞങ്ങളുടെ ഒരു പോളിസി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആവർത്തിക്കാത്തത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിരിക്കെ അത് സ്വീകരിക്കാതെ മുങ്ങി നടക്കുന്ന ഒരാൾ എന്ത് ചെയ്യാണ്, നേരെ തിരിച്ചു പറയാണ്, ഞങ്ങൾ വിളിച്ചാൽ അവർ മാളത്തിൽ വിളിക്കും. ഞങ്ങൾ വിളിച്ച ഒരു കാര്യമാണ് പറയുന്നത്, ഈ ജബ്ബാറിന് സാധിക്കുന്നുണ്ടെങ്കിൽ. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, അൺമാസ്കിംഗ് അനോമലീസ് ടീം പ്രത്യേകം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ജബ്ബാറിനെ ഈ വിഷയത്തിൽ നമ്മൾ വെല്ലുവിളിച്ചിരുന്നു. ആ ഒരു സംവാദം, അതുപോലെ തന്നെ രവിചന്ദ്രനെ മറ്റൊരു വിഷയത്തിൽ നമ്മൾ സംവാദത്തിന് വിളിച്ചിരുന്നു. ഈ 2 വിഷയങ്ങളാണ് ഓഫ്ലൈൻ സംവാദത്തിൻ്റെ ഓഫറുകളായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ജബ്ബാറിനോടും രവിചന്ദ്രനോടും ഓഫ്ലൈൻ ആയിക്കൊണ്ട് തന്നെ നേർക്കുനേരുള്ള സംവാദത്തിനുള്ള വിഷയങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു ക്ഷണം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇനി മാത്രമല്ല, അതിൻ്റെ താഴെയുള്ള മറ്റ് യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ആ രൂപത്തിലും വെല്ലുവിളിച്ചിരുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് വെക്കുകയും ആ ലൈവിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുകയും മണിക്കൂറുകളോളം, ഏകദേശം 15,000-ഓളം ആളുകൾ കാത്തു നിന്ന ലൈവിൽ നമ്മൾ ആവർത്തിച്ച് അവരെ വിളിക്കേണ്ടായി. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം വരിക തന്നെ ചെയ്തില്ല. അതേപോലെ തന്നെ വേറൊരാൾ ലിയാഖത്ത് അലി എന്ന് പറയുന്ന ആൾ വന്നിട്ട്
സംവാദം നടത്താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇങ്ങനെ ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ല, അത് ഇവരെ കിട്ടിയാൽ, മുസ്ലിങ്ങളെ കിട്ടിയാൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കിട്ടിയാൽ അത് കടിച്ചു കയറാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് വലിയ വീരവാദങ്ങളായിരിക്കും. പക്ഷേ സംവാദത്തിനുള്ള ക്ഷണം വന്നാൽ 4-5 വർഷമായിട്ട് അത് സ്വീകരിക്കാത്ത ആളാണ് ഇമാതിരി ഡയലോഗ് അടിക്കുക. ഓൺലൈനിൽ 10,000-കണക്കിന് 15,000 ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഓൺലൈൻ സംവാദ വേദിയിലാണ് ഇവർക്ക് വരാൻ പേടി. അല്ലെങ്കിൽ അവർ വന്നില്ല, അവർ ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്ത ആളുകൾ ആ സംവാദത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ഏതുവരെ ചോദിച്ചാൽ നമ്മൾ വെച്ച വിഷയത്തിന് അവർ പറഞ്ഞ മറുപടി പോലും എന്താ വെച്ചാൽ, ഞങ്ങൾ ആ വിഷയത്തിലൊന്നും സംവാദത്തിന് വരിക തന്നെ ഇല്ല, ഞങ്ങൾ സംവാദത്തിന് വരാൻ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരെ പ്രതികരിച്ചപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടി വന്നു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളടക്കം പ്രതികരിച്ചു, അതടക്കം പരിഗണിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വരാനാണ് പറഞ്ഞത് എന്നടക്കം നമുക്ക് പറയേണ്ടി വന്നു. ആ ഭാഗം കൂടി നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ധൈര്യം എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയത്ത് വന്നാൽ മതി. ഇനി വെല്ലുവിളിച്ച് നടക്കണ്ട. നിങ്ങൾ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് മുട്ടുമ്പോൾ നേരെ ആ വീഡിയോ പോയി നോക്കാം. എന്താണ്, എങ്ങനത്തെ വെല്ലുവിളി നടത്തിയാലാണ് ആരിഫ് വരിക എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വെല്ലുവിളി നടത്തുക എന്നാ വരും. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളി നടത്തിയാൽ അങ്ങനെ വന്ന് സംവാദത്തിന് വന്ന് തലവെച്ച് തരേണ്ട കാര്യം എനിക്കില്ല, അതിന് സമയമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കൃത്യമായിട്ട് ഇസ്ലാം അത് വെച്ചിട്ട് നിങ്ങൾ വിളിച്ചാൽ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഇപ്പൊ തന്നെ തോറ്റു ഞങ്ങൾ സമ്മതിച്ചു, തോറ്റു തന്നു. ഓക്കെ, നിങ്ങൾ ഒന്നേ തീരുള്ളൂ. ഞങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നും അല്ല തന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്. അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി, ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണമെന്നില്ല. അപ്പൊ ഞാൻ വരാൻ കുറെ കണ്ടീഷൻസ്, അങ്ങനെ കണ്ടീഷൻ നടക്കുന്നില്ല. കൃത്യമായി വാദം നമ്മൾ മുന്നോട്ട് വെച്ചു, വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചു. അതിനെപ്പോഴാണോ ധൈര്യം ആ സമയത്ത് വരിക. അപ്പോൾ ഇങ്ങനെ അടക്കം പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, 10,000-കണക്കിന് ആളുകൾ കാത്തുനിന്ന ലൈവിൽ നമ്മൾ ആവർത്തിച്ച് അവരെ വിളിച്ചിട്ടുള്ളത്. അവർക്ക് വരാൻ പോലും സാധിച്ചിട്ടില്ല. അങ്ങനെ നിരന്തരം ഓൺലൈനിൽ വൈകുന്നേരമായാൽ പരദൂഷണം തുടങ്ങുന്ന ആൾക്കാർ ഓൺലൈനായിട്ടൊരു സംവാദം വെച്ചപ്പോൾ അവർക്ക് വരാൻ സാധിക്കില്ല. ഓഫ്ലൈനായി ജബ്ബാറിനെയും അതുപോലെ തന്നെ രവിചന്ദ്രനെയും കൃത്യമായ വിഷയങ്ങളടക്കം വെച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് വിളിച്ചിട്ടും അവർക്ക് വരാൻ 4-5 വർഷമായി. ഇങ്ങനെ ഇരിക്കെ ഇവരെന്തിനാണ് ഈ രൂപത്തിൽ സ്വന്തം അണികളുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒക്കെ ഭയങ്കര സംവാദത്തിൻ്റെ ആൾക്കാരാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ ആശയങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇമാതിരി ഡയലോഗ് അടിക്കുന്നത്? കളവല്ലേ, ശരിക്കും പറഞ്ഞാൽ കളവല്ലേ അത്? 4-5 വർഷമായി സ്വീകരിക്കാത്തൊരു വെല്ലുവിളി ഉണ്ടായിരിക്കെ പിന്നെയും ഈ ഡയലോഗ് അടിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. സംവാദങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ മാന്യമായ രൂപത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിന് സന്നദ്ധതകൾ അറിയിച്ചാൽ മറുഭാഗത്ത് സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രം നടക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. നമ്മളൊരു സംവാദത്തിന് വിളിച്ചു എന്നുള്ളതൊരു പേര് നിർബന്ധമായിട്ടും ജബ്ബാർ വരണം എന്നൊന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ വന്നില്ലെങ്കിലും അതിനെ നേരെ ഓപ്പോസിറ്റ് കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക, ഇത് വളരെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും വളരെ മാന്യമായ അന്തരീക്ഷത്തിലുള്ള സംവാദങ്ങൾ നടക്കട്ടെ. ഇതിനുള്ള ഈ ഒരു ക്ഷണം ഇപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ്. 4-5 വർഷമായിട്ടുള്ള ആ ഒരു വെല്ലുവിളി നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക, നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.